ഹാപ്പി ബർത്ത്ഡേ ടു ദ മാൻ വിത്ത് എ ഗോൾഡൻ ഹാർട്ട്. ഇന്ന് ജൂൺ 22. ഇളയ ദളപതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ്സ് എ ഫെസ്റ്റീവ് ഡേ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിജയ് പടം എന്ന് പറയുന്നത് അത് സച്ചിൻ സിനിമയാണ്. അന്ന് ഈ സിനിമ ടി വിയിൽ കാണുന്ന സമയത്ത് എനിക്ക് എത്ര വയസ്സെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ സിനിമ അന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അതെൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയായി. അതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇനി ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാൻ ഗേൾ ആണെന്ന്. അന്നൊന്നും അത്രയ്ക്ക് തമിഴ് അറിയില്ലെങ്കിലും അണ്ണന്റെ പടം ടി വിയിൽ വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ ഗില്ലി മൂവി കണ്ടപ്പോൾ ഒരു ചാർജ് കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതൊന്നുമല്ലാതെ ഒരു ഹൈലി റൊമാൻറ്റിക് ആയിട്ടൊരു വേർഷൻ അത് ഖുഷിയിൽ കണ്ടു. എന്നാ ഒരു ക്യൂട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കരിയറിന്റെ തുടക്കത്തിൽ നേരിട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ അർജുനർ വില്ല് പാട്ടിൽ പറയുന്ന പോലെ അങ്ങനെ ഒരാൾ ഇന്ന് ഇത്രയും എത്തിയെങ്കിൽ ഈ മനുഷ്യൻ ശരിക്കും ഒരു റോൾ മോഡൽ അല്ലേ? അതെ, ഉറപ്പായും. എനിക്കൊരു വിഷമം വന്നാലോ ഒന്ന് ഡൗൺ ആയി പോകുമ്പോഴോ ഞാൻ അണ്ണന്റെ ഏതെങ്കിലും ഒരു സിനിമയോ ഓഡിയോ ലോഞ്ചിന്റെ സ്പീച്ചോ എടുത്ത് കാണും. അതിന്ന് കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാ. അണ്ണന്റെ പടമുള്ള നോട്ട്ബുക്ക് ചോദിച്ചു വാങ്ങിയ ഒരു കാലം. നോട്ട്ബുക്കിന്റെ ബാക്കിലും സ്കൂളിലെ ബെഞ്ചിലും വിജയ് എന്ന് പേരെഴുതി വെച്ച നാളുകൾ. അന്നൊക്കെ ഉത്സവപ്പറമ്പുകളിൽ പോയാല് സിനിമാ നടന്മാരുടെ ചിത്രങ്ങൾ വിൽക്കാൻ വെച്ചതിൽ നിന്ന് അണ്ണന്റെ ഫോട്ടോ പല വലുപ്പത്തിലുള്ളത് വാങ്ങിച്ചു വെക്കും. അന്നത്തെ സേവിങ്സ് അതായിരുന്നു. പേപ്പറിലോ മാഗസീൻസിലോ വരുന്ന ഫോട്ടോ ഒക്കെ വെട്ടിയെടുത്ത് കണ്ണാടിക്ക് ചുറ്റും ഒട്ടിച്ചു വെച്ച കാലം. ഇളയ ദളപതിയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇമോഷനാണ്. എന്തെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം ഇന്നും ബാക്കിയാണ്. ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ വരച്ചൊരു ഫോട്ടോ ആണിത്. ഇതുപോലെ 1000 കഥകൾ തോരാതെ പറയാനുണ്ടാവും ഓരോ വിജയ് ഫാൻസിനും. നമുക്ക് അണ്ണന്റെ എല്ലാ പടങ്ങളും ഫേവറേറ്റ് ആണെങ്കിലും ഒരൊറ്റ പടം കുറേ മെമ്മറീസുമായിട്ട് ഓർത്തിരിക്കാനുണ്ടാവും. ആ പടം കമന്റ് ചെയ്യും, കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അണ്ണന്റെ പടങ്ങൾ. അപ്പോൾ നമ്മ അണ്ണനുക്ക് പിറந்த നാൾ வாழ்த்துக்கள்.